ജീവിതത്തിലേക്ക് അതിഥിയായി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മാലാഖയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഒരു ഫംഗ്ഷനിൽ ബേബിയെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കാനും എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ 7th month സെലിബ്രേഷൻ അപ്പൊ നമ്മൾ പല ഫണ്ട് എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു സംഭവം ചെയ്തായിരുന്നു, ബേബി ഗേൾ ആണോ ബേബി ബോയ് ആണോ എന്നൊക്കെ ഗസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ബേബി ഗേൾ എന്നാണ് അല്ലെ. അപ്പൊ അതുപോലെ ഫൈനലി ഒരു ബേബി ഗേൾ വന്നു. അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു മാലാഖ, അവരുടെ കളിയും ചിരിയും ഒക്കെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഷൈനിങ് സ്റ്റാറിനെ വെൽക്കം ചെയ്യണ്ടേ? വെൽക്കം ചെയ്യാം. ഇന്നത്തെ ഷൈനിങ് സ്റ്റാർ കുഞ്ഞു മാലാഖ രാജകുമാരി നമ്മുടെ പ്രിയപ്പെട്ട ബേബി ആദ്യ സജിത്തിനെ വെൽക്കം ചെയ്യുന്നു. ഒപ്പം ഗ്രീഷ്മ സജിത്തിനെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓർമ്മകളാണല്ലോ എല്ലാവർക്കും. ഇത്രയും മനോഹരമായ ഭൂമിയിൽ അതിന്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നു. ഒപ്പം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും അച്ഛനും കൂടി ജനിക്കുകയാണ്. ഒരു കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി കടന്നെത്തുന്നു. അതോടൊപ്പം ഒരു മനോഹരമായ ഫാമിലിയിലേക്ക് ജനിക്കുക എന്നത് അതിൽ ഏറ്റവും മനോഹാരിതയാണ്. എന്തായാലും ആഗ്രഹമുണ്ട്. ഫസ്റ്റ് സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് കട്ടിംഗ് സെറമണിയാണ് അടുത്തതായി നടക്കുന്നത്. ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഗ്രീഷ്മയുടെ പാരന്റ്സിനെയും അതുപോലെ സജിത്തിന്റെ പാരന്റ്സിനെയും ഗ്രീഷ്മയുടെ ബ്രദറിനെയും ക്ഷണിക്കുന്നു. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. നേരത്തെ പറഞ്ഞു ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ഒരമ്മയും അച്ഛനും കൂടി ജനിക്കുകയാണത്. അപ്പൊ നമുക്ക് ഗ്രീഷ്മയോട് തന്നെ ചോദിക്കാം, ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു വർഷം ഒരമ്മയായി തുടർന്നു, ഇപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുകയാണ്. നമുക്ക് ചോദിക്കണം. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മള് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പോ കുഞ്ഞിന്റെയിലേക്ക് നമ്മള് കംപ്ലീറ്റ് മാറും. കൊടുക്കാനും ആശംസ അറിയിക്കാനും ഫോട്ടോ സെക്ഷൻ കൂടിയാണ്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി കുറച്ച് സമയം വേണം.